മലയാളത്തിൽ ഞാൻ ചാൻസ് ചോദിക്കുന്നെല്ലാം ടൈം ഒരു പ്രാവശ്യം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ആക്ടർ എന്നോട് ചൂടായി. പിന്നെ ഞാൻ അറിയാണ്ട് ഫോൺ നമ്പർ ചോദിച്ചാലോ അവർ നല്ലോണം ചൂടായി. ആ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പറഞ്ഞുതരാം. അവർക്കതൊരു ബാഡായിട്ട് തോന്നി. ഹോളിവുഡ് ആക്ടറിനോട് മലയാളത്തിൽ നിന്നുണ്ടായ അനുഭവം പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? അവര് ഒരു ആക്ടർ അങ്ങനെ ആക്ടർ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചിന്. ആക്ടറിന് എന്തെല്ലാം വേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു ഒരു ആക്ടറിന് എന്തൊക്കെയാ വേണ്ടത്? ആദ്യം ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞു. പിന്നെ അവർ നമ്പർ അവർ തന്നെ എന്റെ ഫോൺ വാങ്ങിയിട്ട് നമ്പർ സേവ് ആക്കി വെച്ച് ആ കോണ്ടാക്ട് ഇപ്പൊ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫിലിം ഇറങ്ങി പിന്നെ നല്ലൊരു ഫിലിമാ, നിന്റെ ഫേസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോ ആ നമ്പർ അദ്ദേഹം തന്നെ ഫോണ് വാങ്ങി നമ്പർ സേവ് ചെയ്തിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കോ ജോസഫ് ആൽറ്റിന് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അത് മലയാളികളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ഇതാണല്ലേ ഹോളിവുഡ് ആക്ടേഴ്സിന്റെ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഭാഗ്യ ഞാന് പിന്നെ ഇംഗ്ലീഷ് ഫിലിം ഞാൻ കാണല് കുറവായിരുന്നു. ഞാൻ മലയാളം ഫിലിം തന്നെയാണ്, എനിക്ക് മലയാളം ഫിലിം തന്നെ ഇഷ്ടം. മലയാളം ഫിലിം തന്നെയാണ് ഞാൻ കാണലും. പഴയ ദിലീപിന്റെ CID മൂസ ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഫിലിംസ്. അപ്പോൾ ഈ ഒരു ആടുന്ന് ഉള്ള ജേണിയാണ് ഹോളിവുഡിലേക്ക് ഞാൻ വിശ്വസിക്കുന്നത്.